കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. പറ ആമ്പലു, നിന്നെ കേൾക്കാനല്ലേ ഞങ്ങളെല്ലാം നിൽക്കുന്നത്. അത് പിന്നെ സർ പാവമ്മ, എന്തോ ജോലി തീർക്കും പോലെ അവള് പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു. പാവമോ? പ്രതീക്ഷിക്കാത്ത മറുപടി കേട്ടതിന്റെ ഞെട്ടലിൽ ആസിയും നൗഫിയും പരസ്പരം നോക്കി. അവര് ഞെട്ടിയതിലും അധികം ഞെട്ടിയത് മുന്നിൽ നിൽക്കുന്നവൻ തന്നെ ആയിരുന്നു. ഒന്നെങ്കിൽ നന്നായി പഠിപ്പിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവും, അതല്ലാതെ മറ്റൊരു മറുപടിയും അവളിൽ നിന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. പക്ഷെ ഇത് അതൊന്നുമല്ലാത്ത ഒരു മറുപടി. അതും വേറൊന്നുമല്ല, താൻ പാവമാണെന്ന്. ഇക്കണ്ട വർഷം മൊത്തം ഈ പെണ്ണ് എന്നെ ആലോചിച്ച് തന്നെയല്ലേ കരഞ്ഞത്. വല്ലാത്തൊരു കൺഫ്യൂഷനിൽ ഏതൻ അവളെ നോക്കി. ജോസപ്പേ, കുട്ടിക്ക് ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു സിനിമ സ്റ്റൈലിൽ ആസി ചോദിച്ചതും കുട്ടിക്ക് മലയാളം അറിയില്ലേ ആവോ. രണ്ടും കൂടി കളിയാക്കിയതാണെന്ന് മനസ്സിലായ ആമ്പൽ ദേഷ്യത്തോടെ രണ്ടിനെയും മാറി മാറി നോക്കി. എടി, ആ ഉണ്ടക്കണ്ണ് ഉരുട്ടാനല്ല പറഞ്ഞത്. ആസി, പിന്നല്ല, നിന്നോട് ചോദിച്ചതെന്താ, നീ പറഞ്ഞതെന്താ. വലിയ പുള്ളി വന്നിരിക്കുന്നു സാറിന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി. ആസി പിന്നെയും പുച്ഛിച്ചതും അതുവരെ ചിരി പിടിച്ചു വെച്ചിരുന്ന ഏതനും വിഷ്ണുവും ഒരുപോലെ ചിരിച്ചു. അപ്പോഴേക്കും പെണ്ണിന്റെ മുഖം കൊട്ടയ്ക്ക് വീർത്തു. ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൺമുന കൊണ്ട് പേടിപ്പിച്ചിട്ട് അവള് തിരിഞ്ഞ് കാറിന്റെ അടുത്തേക്ക് നടന്നു. ആസി, പെണ്ണ് പിണങ്ങിയടാ. പിന്നെ നമ്മുടെ ആമ്പലും അല്ലേ, പോയാൽ തന്നെ എവിടെ വരെ പോവാനാടാ. വാശി കാണിച്ച് ഓടിപ്പോകുന്നവളുടെ പിന്നാലെ ഓടി അവർ. ആർക്കും അസൂയ തോന്നുന്ന വല്ലാത്തൊരു സൗഹൃദമാണ് അവർക്കിടയിൽ. ഒരാൾക്ക് വേണ്ടി മറ്റേയാൾ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അവൾക്കടുത്തേക്ക് പോയി എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നവരെ നോക്കി ഏതൻ പറഞ്ഞു. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. പണ്ട് ഇവളുടെ കൂടെ ഒരുത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അന്നിവരുണ്ടാക്കിയ പാട്. ഏതോ ഓർമ്മയിൽ വിഷ്ണു ഒരു നിമിഷം നിന്നു. ഒരു പക്ഷെ താനുമായി ബന്ധപ്പെട്ട വിഷയം ആകും അതെന്ന് കരുതി ഏതൻ അവൻ ബാക്കി പറയാൻ പോകുന്ന എന്താണെന്നറിയാനായി ആ മുഖത്തേക്ക് നോക്കിയെങ്കിലും നെടുവീർപ്പോടെ അവൻ പഴയ ഓർമ്മകളെ അയവിറക്കിയതല്ലാതെ ഒന്നും സംസാരിച്ചില്ല. അതിന്റെ കൂടെ ഇപ്പോ ഈ രണ്ടവന്മാരും കൂടി കൂടിയിട്ടുണ്ട്. സാറ് സൂക്ഷിച്ചോ, നിന്ന നിപ്പിൽ നാട് കത്തിക്കാനുള്ള കെറോസിനാണ് ഇപ്പോൾ കൂട്ടത്തിലില്ലാത്തവൾ. അവളെ മാത്രം സൂക്ഷിച്ചാൽ തന്നെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ വഴിമാറി പൊക്കോളും. രമ്യപ്പറ്റിയാണോ? സംശയം പോലെ ഏതന്റെ കണ്ണൊന്നു ചുരുങ്ങി. അയ്യോ, ആന്നേ, ആ മുതലിനെ പറ്റി തന്നെയാ. ദേഷ്യം കൊണ്ട് വിറയ്ക്കും പോലെ വിഷ്ണുവിന്റെ മുഖം മാറി. വിഷ്ണുവേട്ടാ, ഇത്രയും സ്നേഹത്തോടെ ആര് പറയുന്നത് രമ്യയെപ്പറ്റിയാകും അല്ലേ? ആമ്പലിനെ ചേർത്ത് പിടിച്ചു വന്ന രണ്ടെണ്ണം ഒരുപോലെയാണ് ചോദിച്ചത്. ഏതൻ പെട്ടെന്ന് അവരെ നോക്കി. സാറ് ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് നോക്കണ്ട. ഈ നാട്ടിൽ വന്നിട്ട് വിഷ്ണുവേട്ടൻ ഇത്രയും ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ആരെക്കുറിച്ചെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വണ്ണാനുള്ളി രമ്യയെപ്പറ്റി മാത്രമായിരിക്കും. എന്താന്നറിഞ്ഞുകൂടാ, രണ്ടുപേരും തമ്മിൽ അത്രയ്ക്ക് സ്നേഹമാണ്. നൗഫിയുടെ പറച്ചിൽ കേട്ട് ഏതൻ അറിയാതെ ചിരിച്ചുപോയി. ഇതിപ്പോൾ സാർ വിഷ്ണുവേട്ടന്റെ സ്നേഹം മാത്രം കണ്ടിട്ടാ, ഇനി അവളുടെ വക സ്നേഹം കാണണം. എന്റെ അമ്മോ, സത്യം പറയാലോ, പെറ്റ തള്ള സഹിക്കൂല. രണ്ടും കൂടി പറഞ്ഞതും ഇത്തവണ ആമ്പലും അവർക്കൊപ്പം ചിരിച്ചുപോയി. കുറച്ചു മുന്നേ പിണങ്ങിപ്പോയവളുടെ ഇപ്പോഴത്തെ മുഖത്തെ തെളിച്ചത്തിൽ ഏതനൊന്ന് നോക്കി കണ്ണു വിടർത്തി. അതെ, നിങ്ങൾ രണ്ടുപേർക്കും ലേറ്റ് ആവുന്നില്ലേ? വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വഴക്ക് കേൾക്കും കേട്ടോ. കയ്യിലെ ടൈം ബാൻഡിലേക്ക് നോക്കി ഏതൻ ഓർമ്മിപ്പിക്കുമ്പോഴാണ് രണ്ടെണ്ണവും സമയത്തെപ്പറ്റി ആലോചിക്കുന്നത്. അല്ലാ, നേരം പോയി. സാറ് ഞങ്ങൾ വിടുവാ കേട്ടോ. വിഷ്ണു ഏട്ടാ, വൈകിട്ട് വരുമ്പോ കാണാം. അവൻ ധൃതി വെച്ചതും വിഷ്ണു അവരെ പിടിച്ചു നിർത്തി. എടാ പിള്ളേരെ, നിന്നേ, വൈകിട്ട് ഞാൻ കാണില്ല. ഇവളെ ഇപ്പോൾ ആ മരങ്കേരുടെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ തിരിക്കും. അപ്പൊ കഴിക്കാൻ നിൽക്കില്ലേ? അത്രയും മെല്ലെ പതിഞ്ഞ ശബ്ദം പിന്നെയും കേട്ടു. ഞാൻ നിൽക്കുന്നില്ല മോളെ. വെറുതെ എന്തിനാ? വെറുതെ വല്ല വീട്ടിലും കിടന്ന അംഗം വെട്ടുന്നേ.
കയ്യും തൊഴുത് വിഷ്ണു അങ്ങനെ പറഞ്ഞതും എല്ലാവരും അറിയാതെ ചിരിച്ചുപോയി. ഇനിയിപ്പോ അതിന് കരയാൻ നിൽക്കല്ലേ, ഞാൻ പോകും വഴി കഴിച്ചോളാം കുഞ്ഞേ. അവളുടെ കവിളിൽ തട്ടി ചേർത്തൊന്ന് പിടിച്ചു. വിഷ്ണു, ഒരു കാര്യം ചെയ്, നിങ്ങളിപ്പോ നേരെ വീട്ടിലേക്ക് വാ, അവിടെ നിന്ന് പിന്നെ പതുക്കെ കഴിച്ചിട്ടൊക്കെ പോം. അയ്യോ, അതൊന്നും വേണ്ട ഏതൻ, ഞാൻ ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ വിശപ്പും ആയിട്ടില്ല. വിഷ്ണു വേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ മതി എന്നുള്ള അർത്ഥത്തിൽ അടുത്തു നിൽക്കുന്നവളുടെ തലയും ആടുന്നുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ ശരിയാകില്ല. ഒന്നുമല്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്സായ സ്ഥിതിക്ക് എന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് മോശമാണ്. അത് കേട്ടതും വിഷ്ണു ഒരു നിമിഷം നിന്നു. എന്നാൽ ഇവരെപ്പോഴാണ് ഫ്രണ്ട്സ് ആയെന്നുള്ള ഞെട്ടലിലായിരുന്നു അടുത്തു നിന്നവൾ. അതല്ല ഏതൻ, മോൾക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് നോട്ട്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആസി, നൗഫി, നിങ്ങൾ വീട്ടിലേക്ക് പോകും വഴി രമ്യയോട് കാര്യം പറഞ്ഞതേ, എന്നിട്ട് വേഗം റെഡിയായി വീട്ടിലേക്ക് പോരാൻ പറ. ഇന്ന് 3 പേരുടെയും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വന്നിട്ട് മതി. ഓക്കെ, സെറ്റ്. എപ്പോ വന്നെന്ന് ചോദിച്ചാ പോരെ. അവന്മാർ കൂടി അങ്ങനെ പറഞ്ഞതും പിന്നെ ഒരു വഴിയുമില്ലാതെ വിഷ്ണു ആമ്പലിനെ നോക്കി. അവിടെ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല വിഷ്ണു. ആ ആളെന്തെങ്കിലും പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് അനങ്ങത്തില്ല. ബാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നേരത്തെ ചെന്ന് ടീച്ചറോട് പറയട്ടെ, ഇന്ന് രാവിലെ കഴിക്കാൻ ടീച്ചറുടെ സ്വന്തം വാനരക്കൂട്ടമുണ്ടെന്ന്. അവളെ നോക്കി ഇത്തിരി കളിയാക്കലോടെ പറഞ്ഞതും ഏതൻ കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ ഈ നേരം പതിവില്ലാതെ കേട്ട കളിയാക്കലിൽ അവൻ കാണാതെ അവനെ തുറിച്ചു നോക്കുകയായിരുന്നു പെണ്ണ്. ഇങ്ങനെ നോക്കിയാൽ ആ കണ്ണ് രണ്ടും താഴെ വീഴുമെന്ന് പറ വിഷ്ണു. സൈഡ് മിററിൽ കൂടി ഏതനത് കൂടി പറഞ്ഞതും വിഷ്ണു ചിരി അടക്കി പിടിച്ചു. എന്റെ കുട്ടീനെ കളിയാക്കിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏതനെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറുമ്പി പൂച്ച. പിന്നിലിരുന്ന് താൻ നോക്കാത്ത നേരത്ത് തന്നെ നോക്കി കണ്ണുരുട്ടുന്നവളെ അങ്ങനെ വിളിക്കുമ്പോൾ വല്ലാത്തൊരു കുസൃതിയായിരുന്നു അവനിൽ. ഇത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോയതും വീടെത്തി. പതിവില്ലാതെ കാറിന്റെ ശബ്ദം കേട്ടതും ടീച്ചർ പുറത്തേക്ക് വന്നു. അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് വിഷ്ണുവായിരുന്നു. ആളെ മനസ്സിലാവാതെ ടീച്ചർ ഒന്നുകൂടി നോക്കിയതും പിന്നാലെ ഏതനെ കണ്ടു. ഒടുക്കം ആമ്പലിനെ കൂടി കണ്ടതും ടീച്ചറിന്റെ മുഖം അങ്ങ് തെളിഞ്ഞു. അവരോടി ആമ്പലിന്റെ അരികിലെത്തി. എന്തൊക്കെയോ ചോദ്യവും പറച്ചിലും അതിനിടയിൽ വിഷ്ണുവിനെ പരിചയപ്പെടുത്തലും എല്ലാം ഒരുപോലെ കഴിഞ്ഞു. അമ്മയെ ഒന്നടുത്ത് കാണേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവിനുള്ളിലെ സകല ഇൻഹിബിഷൻസും മാറിപ്പോയി. ഒട്ടും നേരമെടുക്കാതെ അവൻ അമ്മയുമായി കൂട്ടായി. അത്രയും സന്തോഷത്തോടെയാണ് എല്ലാവരും കൂടി അകത്തേക്ക് കയറിയത്. അമ്മേ, ആ കിങ്ങിണിപ്പൂച്ച എന്റെ മുറിയിൽ തന്നെ ഇല്ലേ? അവൾക്കായി കണ്ണുകൾ കൊണ്ടൊന്ന് തിരയുന്നവളെ നോക്കി മറ്റാരും കാണാത്ത പുഞ്ചിരിയോടെ ആണ് അവൻ അത് തിരക്കിയത്. അല്ലാതെ അത് പിന്നെ എവിടെ പോയിരിക്കും? വേഗം ചെല്ല്, സപ്പർമഞ്ചക്കാട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ടാവും നിന്റെ കിങ്ങിണി. ടീച്ചർ അങ്ങനെ പറഞ്ഞതും ഒരു നോട്ടം പെട്ടെന്ന് അവന് അവളിലേക്ക് മാത്രമായി കിട്ടി. അതറിഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ ഒരുവൻ നടക്കുമ്പോൾ ഒരുവട കണ്ണുകളും ആ ചുവടിനൊപ്പം തന്നെ ആ മുറിയിലേക്ക് നടന്നിരുന്നു. അകത്തേക്ക് കയറി ഇടം കണ്ണിട്ട് തിരിഞ്ഞൊന്ന് നോക്കി. വാതിലിന് പുറത്തൊരു നിഴൽവെട്ടത്തിന്റെ അറ്റം മാത്രം കണ്ടു. എന്തായാലും താനീ മുറിയിലുള്ളപ്പോൾ ആള് ധൈര്യത്തിൽ അകത്തേക്ക് കയറി വരാനൊന്നും പോകുന്നില്ല. അവൻ ചുറ്റിലും നോക്കി. കിടത്തിയെടുത്തൊന്നും കിങ്ങിണിയില്ല. അപ്പോ ആശാട്ടി പള്ളിയുറക്കവും കഴിഞ്ഞ് ഇറങ്ങിപ്പോയെന്ന് ചുരുക്കം. ഇനിയിപ്പൊ പുറത്തു നിൽക്കുന്ന ആള് എന്ത് ചെയ്യും? ആ ഒരു ചിന്തയോടെ ടവൽ എടുക്കാൻ പോയതും കണ്ടു അവന്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് മുകളിലെ ബുക്കുകൾക്കിടയിൽ നീണ്ട ഒരു വാൾ. ദൈവങ്ങളെ, എന്റെ ബുക്ക്! അവൾ ഇനി തന്റെ ബുക്ക് നാശമാക്കിയോ എന്നുള്ള വെപ്രാളത്തിൽ പാഞ്ഞു ചെന്ന് നോക്കുമ്പോൾ കണ്ടു ആശാട്ടി അവിടെ ചുരുണ്ടുകൂടി നല്ല ഉറക്കത്തിലാണ്. പുസ്തകം കാണുമ്പോൾ മാത്രം ഉറങ്ങുന്ന ചില സാധനങ്ങൾ. അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളെ എടുത്ത് അവൾക്കായി വിരിച്ചിട്ടെടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അമ്മേ, വിഷ്ണുവിന് ചായ കൊടുക്കേ, ഞാൻ കുളിക്കാൻ കയറുകയാ. അങ്ങ് തളത്തിൽ കേൾക്കുന്ന വിധത്തിൽ ഉച്ചത്തിൽ കൂവിയാണ് അവൻ കുളിക്കാൻ കയറിയത്. ഇത്തിരി കഴിഞ്ഞ് ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടതും അവൾ അകത്തേക്ക് എത്തി നോക്കി. മോൾ എന്തേ അമ്മേ? ഫ്രഷ് ആകാൻ പോയിട്ട് വന്നവൻ ചുറ്റും നോക്കിക്കൊണ്ട് ലളിത ടീച്ചറിന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി. ഞാൻ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെയുണ്ടായിരുന്നു. ടീച്ചറും അവളെ തിരിഞ്ഞ് ചുറ്റുമൊന്ന് നോക്കി. മോളെ, ആമ്പൽ!
രണ്ടുപേരുടെയും വിളി ഒരുപോലെ കേട്ടതും അകത്തേക്ക് കയറാൻ പോയവൾ അതിലും സ്പീഡിൽ തിരിച്ച് ഹാളിലേക്ക് ഓടിച്ചെന്നു. നീ എവിടെ പോയി? യദു വിളിച്ചിട്ട് പോയതാണോ? ഏതന്റെ മുറിയുടെ ഭാഗത്തു നിന്നും ഓടി വരുന്നവളെ കണ്ട് ഒരുപോലെ രണ്ടുപേരും ചോദിച്ചതും അവൾ അങ്ങോട്ടും മാറി മാറി നോക്കിയതല്ലാതെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല. മോളെ, അത് പിന്നെ ഞാൻ അവിടെ അവിടെ എന്താ? വിഷ്ണു അവള് വന്ന ഭാഗത്തേക്ക് നോക്കി. ഞാൻ കിങ്ങിണി. കിങ്ങിണിയോ? ഓ, എനിക്കും തോന്നി. അല്ലെങ്കിൽ ആ ചെക്കൻ നിൽക്കുന്ന ഭാഗത്ത് പോകാത്ത ആളാണല്ലോ നീ. ആരാപ്പോ അത്? വിഷ്ണു ചായ കുടിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ, അതൊരാളാ. ഇവിടെ ചിലർക്കൊക്കെ അത്രയും വേണ്ടപ്പെട്ട ആൾ. ടീച്ചർ അത്രയും വലിയൊരു ചിരിയോടെ ആമ്പലിനെ നോക്കിയതും വിഷ്ണുവും അവളെ ഒപ്പം നോക്കി. ഇതിപ്പോ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുക്കാൻ ആരാ കക്ഷി ടീച്ചറമ്മേ? പറഞ്ഞു കൊടുക്കുക ആമ്പലു. ടേബിളിൽ ഇരുന്ന ചായ അവൾക്കായി നീട്ടിക്കൊണ്ട് പറഞ്ഞതും ചേട്ടനെ ഒന്ന് നോക്കി പെണ്ണ് മനോഹരമായി ചിരിച്ചു. അതെന്റെ പൂച്ചക്കുഞ്ഞാ വല്യേട്ടാ. നിന്റെ പൂച്ചക്കുഞ്ഞോ? ആ കണ്ണ് ചുരുങ്ങി. ശരിക്കും പറഞ്ഞാൽ അതിന്റെ അമ്മപ്പൂച്ച ഇവിടെ ടീച്ചറിന്റെയാ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഏട്ടാ. കുറച്ചു ദിവസം മുമ്പെയാ അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായത്. 4 പേരുണ്ട്. അപ്പോ അത് നിങ്ങൾ 4ഉം കൂടി അങ്ങ് എടുത്തോ? അപ്പോൾ നിന്റെ പൂച്ചക്കുട്ടിയാണോ ഈ കിങ്ങിണി? എന്റെയാ. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വന്നോണ്ട് ടീച്ചർ വരുന്നവരെ ടീച്ചർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവളുടെ സന്തോഷം കണ്ട് അതേ സന്തോഷത്തോടെ അവൻ തലകുലുക്കി. എന്നിട്ട് കിങ്ങിണിയെ കണ്ടോ ആമ്പലേ? ഇല്ല ടീച്ചറെ. അപ്പോഴേക്കും ടീച്ചർ വിളിച്ചു. അതുവരെ സന്തോഷത്തോടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നവളുടെ മുഖം വാടിയത് പെട്ടെന്നാണ്. യദു അപ്പോ? ടീച്ചർ സംശയത്തോടെ അവളെ നോക്കി. സാറ് കുളിക്കാൻ പോയി. ഞാനും ആലോചിച്ചു, അല്ലെങ്കിൽ പിന്നെ അവനുള്ള ഭാഗത്തെ പോകാത്ത ആളാണല്ലോ എന്ന്. ഇത്തിരി കളിയാക്കിക്കൊണ്ടുള്ള നോട്ടമായിരുന്നു മറുപടി കിട്ടിയത്. ഏട്ടന് ഞാൻ കിങ്ങിണിയെ കാണിച്ചു തരാം കേട്ടോ. തലയൊക്കെ കുലുക്കി ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടി വിടർത്തി ഒരുപാട് സന്തോഷത്തോടെ പറയുന്നവളോട് അതേ വിടർന്ന മുഖത്തോടെ തന്നെ വിഷ്ണുവും തല കുലുക്കി സമ്മതിച്ചു. ഇതേ സമയം തലയിൽ നിന്നും തോർത്തെടുത്ത് പുറത്തേക്കിറങ്ങിയവൻ ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല. ഒപ്പം ഭേഷായി കിടന്നുറങ്ങുന്ന പൂച്ചക്കുഞ്ഞിന്റെ അടുത്തേക്ക് നടന്നു. നീ ഇപ്പോഴും ഉറങ്ങുവാ? നിന്റെ ചേച്ചി വന്നില്ലേ ഇങ്ങോട്ട്? വെള്ള പഞ്ഞിക്കെട്ടിന്റെ മുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ വാതിലിലേക്ക് എത്തി നോക്കി. അപ്പോ ഇങ്ങോട്ട് വന്നില്ലേ? വാതിലിൽ ഞാൻ നിഴല് കണ്ടതാണല്ലോ. അതോ എനിക്കിനി തോന്നിയതോ? ആകെ മൊത്തം ഒരു സംശയത്തോടെയാണ് അവൻ പുറത്തേക്കിറങ്ങിയത്. വരാന്തയിൽ നിന്നും തളത്തിലോട്ടിറങ്ങി വിഷ്ണുവിന്റെ അടുക്കലേക്ക് പോകുമ്പോഴാണ് ഇടതടവില്ലാതെ കണ്ണൊക്കെ വിടർത്തി ഭയങ്കര സന്തോഷത്തോടെ കാര്യം പറയുന്ന ഒരുവളിൽ അവന്റെ കണ്ണുടക്കിയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ കാഴ്ചയായിരുന്നു വേദന. വിക്കലും വിറയലും ഇല്ലാതെ അവൾ കുറച്ചെങ്കിലും നോർമലായി കാര്യം പറയുന്നത് കണ്ടിട്ടുള്ളത് ബാക്കി മൂവർ സംഘത്തോടാണ്. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. ഭയങ്കര സന്തോഷത്തിൽ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരം. അത്രയും എക്സൈറ്റ്മെന്റിലും അവൾ പറയുന്നത് ഇത്രയും അടുത്ത് നിൽക്കുന്ന തനിക്ക് കേൾക്കാൻ കഴിയില്ലെന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഈ ഭാവം, അത് കാണാൻ രസമുണ്ട്. നേർമയുള്ള ഒരു പുഞ്ചിരിയുമായി ഭിത്തിയിലേക്ക് കൈയും കെട്ടി ചാരി നിന്ന് അവരെ തന്നെ നോക്കി. ആഹാ, കുളി കഴിഞ്ഞ് നീയും എത്തിയോ? നിനക്കിപ്പോൾ കാപ്പി വേണോ അതോ ദോശയ്ക്കൊപ്പം മതിയോ യദു? ടീച്ചറിന്റെ വിളി കേൾക്കുമ്പോഴാണ് ചേട്ടനും അനിയത്തിയും പിന്നിലൊരാൾ കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ. രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കൈയും കെട്ടി അവരെ നോക്കി നിൽക്കുന്നവനെയാണ്. ആ നിൽപ്പ് കണ്ടാലേ അറിയാം ഈ പറഞ്ഞതെല്ലാം വൃത്തിയായി കേട്ടിട്ടുണ്ടെന്ന്. ഒരു ചിന്ത വന്നതും അടുത്തു നിന്നവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. യദു, ഞാൻ അങ്ങോട്ട് വന്നോളാം അമ്മേ. കോഫി എടുത്ത് അടുത്തേക്ക് വരാൻ തുടങ്ങിയ അമ്മയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൻ അവിടേക്ക് ചെന്നു. വിഷ്ണു കുടിച്ചോ? കുടിക്കുവാടോ. അവൻ അടുത്തേക്ക് ചെന്നതും വിഷ്ണുവും അവനൊപ്പം നടന്നു. രണ്ടുപേരും വന്ന് ടേബിളിൽ ഇരുന്നപ്പോഴാണ് ഒപ്പമുള്ളയാൾ കൂട്ടത്തിലില്ലെന്ന് ഏതൻ കാണുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു കൈകൾ കെട്ടിയും പിണച്ചും അഴിച്ചുമൊക്കെ ഒരാൾ ഇപ്പോഴും അവിടെയാണ്. വെപ്രാളത്തോടെയുള്ള ആ നിൽപ്പ് കണ്ടതും യദു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു. എന്തൊക്കെയോ ഒരുപാട് ചിന്തയിൽ നിന്നവർ തൊട്ടു മുന്നിൽ നിഴലിണക്കം പോലെ തല ഉയർത്തിയതും
അവളെ നോക്കി നിൽക്കുന്ന ഏതനെയാണ് ആമ്പൽ കാണുന്നത്. അത്രയും അരികിൽ അവനെ കണ്ടതും പെണ്ണ് ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് കാലുവെച്ചു. കാല് പോയി സോഫയുടെ സൈഡിൽ തട്ടി പിന്നിലേക്ക് അവൾ വീഴാൻ പോവുകയാണെന്ന് കണ്ട് ഏതൻ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്താൻ നോക്കിയതാണ്. പക്ഷേ ഒരു നിമിഷം കണ്ണിൽ കണ്ണിൽ നോക്കി, അത്രയും അടുത്ത്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും തരണേ. നന്ദി.